നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളൊന്ന് വിരമരുന്ന് കൊടുക്കുന്ന ഒരു വീഡിയോയിലേക്കാണ് പോകുന്നത്. അത് വിരമരുന്ന് ഏത് ഗുളികയാണ് നമുക്ക് കൊടുക്കേണ്ടത്, അതുപോലെ അതെങ്ങനെ കൊടുക്കാം എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. ഇത് നമ്മൾ പുതിയതായിട്ട് പോത്തിനെ വളർത്തുന്ന കൂട്ടുകാർക്കുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അറിയാവുന്നവർക്ക് പിന്നെ അല്ലാതെ അറിയാമല്ലോ. അപ്പോൾ പുതിയതായിട്ട് വളർത്തുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ചെറിയൊരു വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് വിരമരുന്നിനെ കുറിച്ച് പരിചയപ്പെടാം. ആ കൊടുക്കുന്ന വിരഗുളിക നിയോക്സൈഡ് എന്നിട്ടുള്ള ഗുളികയാണ്. പേരൊന്ന് കറക്റ്റൊന്ന് കാണിച്ചു. നമ്മൾ ഈ ഗുളികനെ ഞാൻ കൊടുക്കാറ്. ഇതിപ്പോൾ ഞാൻ എൻ്റെ പോത്ത് ഏകദേശം ഒരു 200 കിലോ മേലുണ്ട്. അപ്പോൾ ആ പോത്തിന് ഞാൻ ഈ ഗുളിക കൊടുക്കുന്നത് ഒരു 3 എണ്ണമാണ് ഒരെണ്ണത്തിന് കൊടുക്കുക. അത് ഒറ്റ പ്രാവശ്യം തന്നെ ആയിട്ട് കൊടുക്കും, ഒരു ദിവസം തന്നെ. അതേപോലെ നിങ്ങളിപ്പോൾ പോത്തുംകുട്ടീനെ കുട്ടീനെ മേടിച്ചിട്ടുണ്ടെങ്കിൽ 3 എണ്ണം ആരും കൊടുക്കരുത് കേട്ടോ. കുട്ടീനെ മേടിക്കുന്നതിന് ജസ്റ്റ് ഒരു ഗുളിക കൊടുത്താൽ മതി. പിന്നെ അതൊരു 200 കിലോ ഒക്കെ ആകുമ്പോൾ നമ്മൾ 3 ഗുളിക കൊടുക്കുക. എന്നാൽ വലിയ പോത്താണനുസരിച്ച് കുട്ടി കൊടുക്കാം. നല്ല വലിയ പോത്തിനൊക്കെ ആണെങ്കിൽ ഒരു 5 ഗുളിക നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് പണ്ടപ്പോഴും കൂടി പോണ ഒരു ഗുളിയാണ്, നല്ല ഗുണമുള്ള ഒരു ഗുളിയാണ്. അപ്പോൾ വിരഗുളിക കൊടുക്കുമ്പോൾ എല്ലാവരും വൈകിട്ട് കൊടുക്കാൻ നോക്കാം. പോത്തിന് എല്ലാ ഭക്ഷണവും ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം വിരഗുളിക കൊടുക്കാം. പിന്നെ അതിന് ശേഷം വേറൊരു ഭക്ഷണമൊന്നും കൊടുക്കണ്ട കേട്ടോ. പിന്നെ ഇത് കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം ചിലപ്പോൾ പോത്ത് നന്നായിട്ട് വയറിളകി പോകണ്ടാവും. അപ്പോൾ അതിന് പേടിക്കേണ്ട കാര്യമില്ല. വിര ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം നന്നായിട്ട് വയറിളകും. ഓക്കെ. നമുക്ക് പുതിയൊരു പോത്തും കൂടി നമുക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വിരഗുളിക കൊടുക്കാനായിട്ട് ചിലപ്പോൾ ഫുഡൊന്നും ചിലപ്പോൾ ചോറ് അതുപോലെ തന്നെ പല്ലറ്റമൊന്നും ചിലപ്പോൾ കഴിക്കില്ല. അപ്പോൾ നമുക്ക് ഫുഡിൽ ഇത് പൊടിച്ച് കൊടുക്കണം, നമുക്ക് സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റും. പുതിയ പോത്താകുമ്പോൾ അത് തിന്നാണ്ടാകുമ്പോൾ നമുക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെയുള്ള പോത്തും കുട്ടികൾക്ക് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഗുളിക എടുത്തിട്ട് സൈഡിൽ കൂടെ അങ്ങനെ കടത്തിട്ട് വയറ് സൈഡിൽ കൂടെ കടത്തിയിട്ട് കൊടുക്കണം. അത് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. ഞാനിപ്പോൾ എൻ്റെ ഇതിപ്പോൾ ഞാനിപ്പോൾ തീറ്റയിൽ കലക്കി കൊടുക്കാനുള്ള ഒരു പരിപാടിയിലാണ്. തീറ്റയിൽ പൊടിച്ചിട്ടാണ് കൊടുക്കുക. അങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ പറഞ്ഞു വെച്ചാൽ നമ്മൾ ഗുളിക എടുത്തിട്ടുണ്ട്. ഗുളിക നമുക്കത് പൊടിയാക്കണം. അപ്പോൾ ഈ കവറിൻ്റെ ഉള്ളിൽ വെച്ചാൽ നമുക്ക് ചുറ്റുകൊണ്ട് അടിച്ച് പൊടിച്ചാൽ മതി. വെച്ചടിച്ച് എല്ലാം നന്നായിട്ട് പൊടിക്കുക. നമ്മൾ 6 ഗുളിയും ഇപ്പോൾ അടിച്ച് പൊടിയാക്കിയിട്ടുണ്ട്. കംപ്ലീറ്റ് പൊടിയാണ് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. അപ്പോൾ നമ്മൾ ഇവർക്ക് കൊടുക്കാനുള്ള ഭക്ഷണം ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ കുറച്ച് പല്ലറ്റ് അടിയിലിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വീട്ടിലുള്ള ബാക്കിയുള്ള ചോറ് രണ്ടിലിട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഗുളിക പൊട്ടിച്ചിടാം. ഒരു ഗുളിക പൊട്ടിച്ചിട്ടു. രണ്ടാമത്തെ ഗുളിക ഇട്ടു. മൂന്നാമത്തെ ഗുളിക കേട്ടോ. നമ്മൾ ഒരെണ്ണത്തിന് 3 ഗുളിക കൊടുക്കണം കേട്ടോ. ഈ ഗുളിക മറ്റൊരു ഡോസിൽ മാത്രമേ തരുന്നുള്ളൂ. തരാൻ പോകണം. അപ്പോൾ നമ്മൾ 2ലും 3 ഗുളിക ഇട്ടുണ്ട്. നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം നന്നായിട്ട്. ഇതാണ് മിക്സാക്കാൻ വേണ്ടിയിട്ട്. നല്ലപോലെ മിക്സാക്കാം. എപ്പോഴും നമ്മൾ തീറ്റ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാം, ഇതേപോലെ ഒരു കുഴമ്പ് രൂപത്തിലാക്കി കൊടുക്കണം. ആകെ വെള്ളമാക്കി കൊടുക്കരുത്. ഇതേപോലെ ഒരു കുഴമ്പ് രൂപത്തിലാണ്. കണ്ട കുഴമ്പ് രൂപം. ഇനി ഇത് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കുന്നതാണ് എൻ്റെ മൂത്തപ്പം. മറ്റേ വിരഗുളിക എല്ലായിടത്തും ആവട്ടെ. ഒരു ഭാഗത്ത് തന്നെ കിടന്നു കഴിഞ്ഞാൽ മണം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ കഴിക്കില്ല. അത് മണം കിട്ടരുത്. വിരഗുളികാരെ മണം കിട്ടരുത്. ഒത്തിരി അധികം പല്ലറ്റൊക്കെ കുറച്ചിടാം, മണം കിട്ടാതിരിക്കാം. ഇതിൽ കുഴച്ച് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ.
രണ്ടാളും നമ്മുടെ തീറ്റൊക്കെ തിന്ന് കഴിഞ്ഞിരിക്കണം കേട്ടോ. രാത്രി നമ്മൾ ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് ഇന്നത്തെ ദിവസം വേറൊരു തീറ്റ ഇതിന് കൊടുക്കണ്ട കേട്ടോ. ഇനി നമുക്ക് ഇതിന് ഫുഡ് നാളെ കൊടുക്കാൻ പാടില്ല. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.